ഹരേ കൃഷ്ണ. നേരെ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ വേണു മഹാദേവ്. കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് രാമായണ മാസമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീര സുരക്ഷ, സുഖചികിത്സ ഇതെല്ലാം നേടുന്ന, അതായത് മൊത്തത്തിൽ നമ്മളെ ശാരീരികവും മാനസികവും ആയിട്ട് ഒന്ന് ശുദ്ധീകരിക്കുന്നൊരു മാസമാണ് രാമായണ മാസം. രാമായണ മാസത്തിനൊരു പ്രത്യേകതയുള്ളത്, രാമായണ മാസത്തിലാണ് നമ്മൾ രാമായണ പാരായണം ചെയ്യുന്നത്, അതുപോലെ തന്നെ നാലമ്പല ദർശനം നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ഭക്തിയുടെയും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒരു വർഷത്തിൽ നമ്മൾ നമ്മുടെ അതുവരെയുള്ള കർമ്മ പ്രാരാബ്ദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നമ്മൾ കുറച്ചുകൂടി ശുദ്ധിയും വൃത്തിയും നേടിയെടുക്കുന്ന ഒരു കാലയളവാണ് കർക്കിടക മാസം. ഇനി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് രാമായണ മാസം വരുമ്പോൾ രാമായണ പാരായണം നടത്തണമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പുതിയ യുഗത്തിൽ എല്ലാവരും വളരെ ഫാസ്റ്റ് യുഗമാണ്, തിരക്കുകളിലാണ്. എല്ലാവർക്കും പല വിധത്തിലുള്ള ജോലി തിരക്ക്, നമ്മുടെ കർമ്മങ്ങളുടെ തിരക്ക്, പുതിയ പഠനത്തിൻ്റെയും ഓട്ടപ്പാച്ചിലിൻ്റെയും ഇതിനിടയിൽ പണ്ട് കാലത്തെ പോലെ എല്ലാവർക്കും രാമായണം സ്വസ്ഥമായിട്ടിരുന്ന് ചിലപ്പോൾ പാരായണം ചെയ്യാനുള്ള അവസരമോ ഒക്കെ കുറവായിരിക്കും. വീട്ടിൽ മുതിർന്ന ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്താലായി. അപ്പോൾ രാമായണം പാരായണം ചെയ്യുന്നതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വിശിഷ്ടമായ മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ആ മന്ത്രം ജപിക്കുന്നത് രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതായത് കലി സന്ദരണോപനിഷത്തിൽ പറയുന്ന കലി സന്ദരണ മന്ത്രമാണത്. അതിന് നമ്മൾ ഒന്നേ പറയുള്ളൂ. അതായത് നമ്മൾ കലികാലത്ത്, അതായത് നേരത്തെയുള്ള ഓരോ യുഗങ്ങൾക്ക് ഓരോ ദൗത്യമുണ്ട്. അതായത് ത്രേതായുഗത്തിൽ ഭക്തിപരമായ യാഗങ്ങളും അതുപോലെ തന്നെ വലിയ താന്ത്രിക കർമ്മങ്ങളുമാണ് ഈശ്വര പ്രീതിക്ക് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കലികാലത്ത് നമ്മൾ ഈശ്വരപ്രീതി നേടാൻ, ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നത്, വേദങ്ങളിൽ പോലും പറയുന്നത് നാമജപമാണ്, സ്തുതിയാണ്. അപ്പോൾ നാമജപം നമുക്ക് യാഗങ്ങൾ ചെയ്യുന്ന അതിന് തുല്യമായ ഗുണം ചെയ്യുമെന്നാണ്. നമ്മുടെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന എല്ലാ പാപങ്ങളും തീർന്ന് സുഹൃതം വർദ്ധിക്കാൻ നാമജപം മതി. ഞാനിവിടെ പറയുന്ന നാമം അല്ലെങ്കിൽ മന്ത്രം നിങ്ങൾ പല സ്ഥലത്തും കേട്ട് കാണും. പക്ഷേ അതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞ് നമ്മൾ ജപിക്കുമ്പോൾ അതിന് മാഹാത്മ്യം നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മുടെ വിഷ്ണു സഹസ്രനാമം മുഴുവൻ പാരായണം ചെയ്തതിന് തുല്യമാണ് രാമനാമം എന്ന് അതിൻ്റെ അവസാനം പറയുന്നുണ്ട്. രാമനാമ ജപിച്ചാൽ അത് വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിക്കുന്നതിന് തുല്യമാണെന്നാണ്. അതുപോലെയാണ് രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് കലിസന്ദരണോപനിഷത്തിലെ കലിനാശന മന്ത്രം. അത് മറ്റൊന്നുമല്ല, ഞാനിവിടെ പറയുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ കലിസന്ദരണ മന്ത്രം നമുക്കറിയാം. അഭേദാനന്ദ ആശ്രമത്തിലൊക്കെ പോയാൽ അവിടെ നിരന്തരമായി, അതായത് ഒരു നിമിഷം പോലും ബ്രേക്ക് വരാതെ നിരന്തരമായി 24 മണിക്കൂറും ഈ ഹരേരാമ മന്ത്രം ജപിക്കപ്പെടുന്നുണ്ട്. ഈ ഹരേരാമ മന്ത്രം രാമായണം മുഴുവൻ ജപിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ എത്ര തിരക്കുള്ളപ്പോഴും നമുക്ക് ഏതെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് മനസ്സിൽ മിനിമം 9 രൂപ, ഏത് മന്ത്രവും നമ്മൾ 9 അതിൻ്റെ ഗുണിതങ്ങളാണ്. 9 രൂപ അല്ലെങ്കിൽ 54 രൂപ അല്ലെങ്കിൽ 108 രൂപ ജപിച്ചാൽ, അല്ലെങ്കിൽ ഒരു 5 നിമിഷമെങ്കിലും നമ്മൾ ജപിക്കുമെങ്കിൽ നമ്മൾ രാമായണം മുഴുവൻ പാരായണം ചെയ്തതിന് തുല്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് കൃപ നേടാൻ കഴിയും. ഇതിന് ഉദാഹരണമായിട്ടൊരു ചെറിയ കഥ കൂടി പറഞ്ഞു നിർത്താം. അതായത് നമ്മുടെ ഉപനിഷത്തിലൊക്കെ പറയുന്നൊരു കഥയാണ്. ഒരു മഹർഷിയുടെ
ആശ്രമത്തിൽ മഹർഷി ഒരു യാത്ര പോയപ്പോൾ ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ ശിഷ്യനോട് പറഞ്ഞു, ആരെങ്കിലും വന്നാൽ നീ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്ത് പറഞ്ഞു വിടണം, ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. മഹർഷി പോയി കഴിഞ്ഞപ്പോൾ ഒരു അഭയാർത്ഥി അവിടെ വന്നു. മഹർഷി അന്വേഷിച്ചു. അപ്പം പറഞ്ഞു, അദ്ദേഹം യാത്ര പോയിരിക്കുകയാണ്, എന്താണ് വിഷമം? അത് എനിക്ക് ഇന്നതുപോലെ ഒരു വിഷമസന്ധിയുണ്ട്, ആ വിഷമം മറികടക്കണമെന്നുണ്ട്, അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ വേറൊന്നും വേണ്ട, പൂർണ്ണ വിശ്വാസത്തോടെ ഒരു 10 രാമനാമം ജപിച്ചാൽ പോരെ, ധാരാളമായി എന്ന് പറഞ്ഞു. അദ്ദേഹം അതൊരു വിശിഷ്ടമായ ഉപദേശമായി സ്വീകരിച്ച് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വർഷങ്ങളായിട്ട് കൂടെ നിൽക്കുന്ന ഉത്തമ ശിഷ്യനായ ഇദ്ദേഹം പറഞ്ഞു, സ്വാമിയെ തിരക്കി ഒരാളിന്ന് വന്നിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അയാളുടെ വിഷമമൊക്കെ കേട്ടപ്പോൾ വിഷമം നീങ്ങാൻ 10 രാമനാമം ജപിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഉടനെ മഹർഷി ഇദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ വിശ്വാസം ഉറച്ചിട്ടില്ല, എന്തിനാ 10 രാമനാമം ജപിക്കാൻ പറഞ്ഞത്? ഒരു നാമനാമം ജപിച്ചാൽ മതി. ഒരു തവണ രാമനാമം ജപിച്ചാൽ നമ്മുടെ ദോഷങ്ങളെല്ലാം നീങ്ങും. അത്രയ്ക്ക് ഉറച്ച വിശ്വാസം വേണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി ഒരു 12 വർഷം കൂടി ഇവിടെ നിന്ന് ആശ്രമ ചിട്ടകൾ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള കലിസന്ധരണ മന്ത്രം ജപിച്ചാൽ ജീവിതത്തിലെ ഏത് ദുഃഖവും ദുരിതവും നീങ്ങും. പ്രത്യേകിച്ചും കലികാലത്ത് ജ്യോതിഷം അറിയാവുന്നവർക്കറിയാം, ശനിദോഷമാണ് അവരെ ഏറ്റവും കൂടുതൽ കടുത്തതായിട്ട് ബാധിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുന്നിടത്ത് ശനി ബാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നിരന്തര സാധന കൊണ്ട് നിങ്ങളുടെ എല്ലാ ഭാഗ്യങ്ങളും വന്ന് നിങ്ങൾ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കും. ഈ കർക്കിടക മാസം നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹവും അവസരവും ഭഗവാൻ ഉണ്ടാക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.